നാളെ നിങ്ങൾക്ക് ക്ലാസ്സിലെ കേക്ക് ഉണ്ടായിക്കൊണ്ട് ചെല്ലണം. നല്ല പണിയും കൊണ്ടാണല്ലോ എന്റെ മക്കള് വന്നിരിക്കുന്നത്. എന്താ ചേച്ചിയമ്മ അങ്ങനെ പറഞ്ഞേ? ദേ, എനിക്കിത് മുഴുവൻ നോക്കി തീർക്കേണ്ടത്. എനിക്ക് കേക്ക് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. നമുക്ക് ഏതെങ്കിലും ബേക്കറിന്ന് വാങ്ങിക്കാം. ഏയ്, അത് പറഞ്ഞാ പറ്റില്ല. ഹോം മെയ്ഡ് കേക്ക് തന്നെ വേണോന്നാ. ഓ, കുട്ടികളുടെ പാചകത്തിലെ വാസന വികസിപ്പിക്കുന്നതിനുള്ള പരിപാടിയാ. അതിപ്പോ എന്ത് വികസന പരിപാടിയാണെങ്കിലും പെട്ടുപോകുന്നത് ഞങ്ങള് പാരന്റ്സ് അല്ലേ. നോക്കുമോളെ, കേക്കൊന്നും അത്ര എളുപ്പം ഉണ്ടാക്കാൻ പറ്റില്ല. ആര് പറഞ്ഞു? ഇത്ര ഈസി ആയിട്ടുള്ള കാര്യം വേറെ ഇല്ല. അച്ഛനുണ്ടാക്കാൻ അറിയാവോ? അറിയാവോന്നേ, ഇതൊക്കെ കഴിഞ്ഞിട്ടില്ലേടി അച്ഛനിങ്ങനെ ഇവിടെ നിക്കണേ. ആണോ വിഷ്ണു അച്ഛാ? പിന്നല്ലാതെ. അതെ, നിങ്ങളുടെ അമ്മയ്ക്ക് വലിയൊരു തോന്നലുണ്ട്, ഇവള് വലിയ പാചകറാണിയാന്നും കുടുംബശ്രീ ശാരദയുടെ മകളാന്നും ഇവരുടെ കുടുംബത്തിന് മാത്രമേ പാചകം അറിയുന്നുള്ളൊരു വല്ലാത്ത തോന്നല അവരുടെ. പക്ഷെ അതൊന്നുമല്ല സത്യം. പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു ഒരു പാചകക്കാര അമ്മാവൻ. ആ പുള്ളി അടപ്രഥമം വെച്ചാണ്ടല്ലോ, അതിന്റെ രുചി ഇങ്ങനെ നാവിൽ ഒരാഴ്ച നിൽക്കും. ആ അമ്മാവന്റെ കൈപ്പുണ്യം മൊത്തം കിട്ടിയിരിക്കണത് എനിക്കാന്ന് അമ്മ പറഞ്ഞിരിക്കണേ. എന്നാ പിന്നെ പിള്ളേർക്ക് കേക്ക് വിഷ്ണുവേട്ടൻ തന്നെ ഉണ്ടാക്കി കൊടുക്ക്. ആ പാചകക്കാരൻ അമ്മാവന്റെ കഴിവ് വിഷ്ണുവേട്ടന് കിട്ടിയിട്ടുണ്ടോന്നും അറിയാലോ. അത് ശരിയാ. എന്നാ പിന്നെ അച്ഛനുണ്ടാക്കി തന്നാ മതി കേക്ക്. കേക്ക് വിഷ്ണു അച്ഛൻ തന്നെ ഉണ്ടാക്കിയാ മതി. ഒന്ന് ഉണ്ടാക്കി കൊടുക്കും മാഷേ, അറിയാവുന്ന പണിയല്ലേ. കളിയൊക്കൊന്നും വേണ്ട. വേണ്ടി വന്നാലേ നല്ല ഒന്നാന്തരം കേക്ക് ഞാൻ ഉണ്ടാക്കും. എന്റെ മാഷേ, നമുക്കിവിടെ വേണ്ടതേ വാചകമല്ല, പാചകമാ. അത് ചെയ്ത് കാണിക്കാൻ പറ്റുമോ ഇല്ലേ? ഞാൻ കാണിക്കും. അതെ, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരു ഭാവമുണ്ട്, ആണുങ്ങൾക്ക് പാചകം പറ്റില്ല എന്ന്. എന്നാ കണ്ടോ, ഞാനേ ഈ വെല്ലുവിളി ഉണ്ടല്ലോ അത് സ്വീകരിച്ചിട്ട് കേക്ക് ഉണ്ടാക്കാൻ പോവാ കേട്ടാ. അതിന് മുമ്പ് ഒരു സാധനം വേണല്ലോ. ഇത് മതി. എന്തിനാ അത് ഇങ്ങനെ തന്നെ. എന്തിനാ വിഷ്ണു അച്ഛാ? അതൊക്കെ ഇതെന്തിനാ അച്ഛ തലയെ കെട്ടുന്നത്? ഓള് സിനിമ കണ്ടിട്ടില്ലേ, ഈ ആണുങ്ങൾ പാചകം ചെയ്യാൻ പോകുമ്പോ തലയിൽ കെട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കെട്ട്. അത് മസ്റ്റാണ്. തലക്കെട്ട് മാത്രം പോരാ, പാചകം ചെയ്യാനേ തലയ്ക്കകത്തൂടി എന്തെങ്കിലും വേണം. അത്യാവശ്യം പാചകം ചെയ്യാനുള്ള ബുദ്ധിയൊക്കെ ഈ തലയ്ക്കകത്തുണ്ട് കേട്ടാ. ശരി, എങ്കി പറ, ഈ കേക്ക് ഉണ്ടാക്കാനേ എന്തൊക്കെയാ വേണ്ടത്? ഞങ്ങളങ്ങനെ കാണാൻ പോണ പോരേക്കാ പറഞ്ഞറിയിക്കാറില്ല. നീ കണ്ടോ വിഷ്ണുവിന്റെ പാചക മാമാങ്കം? ഇപ്പൊ ശരിക്ക് തരാം. അമ്മേനും മക്കളെയും കേക്ക് തിരിച്ചു കൊല്ലി ഞാൻ. വല്ലതും നടക്കോ ചേച്ചിയമ്മേ? ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞല്ലേ പോയത്. നമുക്ക് നോക്കാം. വാസത്തി, നമുക്ക് നോക്കാം.